അവൻ തിരുവത്താഴ ശുശ്രൂഷയുടെ മുമ്പിൽ മുഖം തിരിച്ചു കളഞ്ഞാൽ, തിരുവത്താഴ ശുശ്രൂഷയുടെ മുമ്പിൽ നിങ്ങൾ റിജക്ഷൻ ചെയ്ത് മുന്നോട്ട് നടന്നാൽ ഒരിക്കലും നിങ്ങൾ ദൈവമകനാകുകയില്ല, ഒരു ക്രിസ്ത്യാനിയാകുകയില്ല. അവർ ചെയ്യുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവർ ചെയ്യുന്ന നിയമങ്ങൾ, ഇതിൻ്റെ എല്ലാം പൊരുൾ തിരിക്കുകയാണ് യേശു കർത്താവ്. റജി മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിലൂടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരധ്യായമാണ്. നിർണായകമാകുന്ന വഴിത്തിരിവുകൾ നടന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അധ്യായമാണ് ലൂക്കോസ് സുവിശേഷം 22-ാമത്തെ അധ്യായം. യേശുക്രിസ്തുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരും യേശുവും ഒരുമിച്ച് പെസഹ ആചരിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. പെസഹ ആചരിക്കുവാൻ അവർക്ക് ഒരു സ്ഥലമില്ല, ഒരു ഇടമില്ല. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെ രണ്ടുപേരെ പറഞ്ഞയച്ച് യേശുക്രിസ്തു മുന്നമേ പ്രവചിച്ചത് മുഖാന്തരം യേശുക്രിസ്തുവിൻ്റെ ദൂതുകൾ അനുസരിച്ച് പോയ ശിഷ്യന്മാർ യേശു പറഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ അവർക്ക് പെസഹ ആചരിക്കുവാനുള്ള ഒരു റൂം അവർക്ക് വേണ്ടി സെറ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ പറഞ്ഞിരിക്കുന്നത്, പത്രോസിനെയും യോഹന്നാനെയും അടുക്കൽ വിളിച്ച് യേശു കർത്താവ് എതിരെയുള്ള ഗ്രാമത്തിൽ നിങ്ങൾ പട്ടണത്തിൽ ചെല്ലണം. അപ്പോൾ പട്ടണത്തിൽ ചെല്ലുമ്പോൾ തലയിൽ ഒരു കുടം പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തലയിൽ ഒരു കുടം വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിരേറ്റ് വരും. ആ മനുഷ്യനോട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയിക്കുക. വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ അവിടെയാകുന്നു നമ്മുടെ പെസഹ ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് പറഞ്ഞതനുസരിച്ച് തൻ്റെ ശിഷ്യന്മാർ ഈ പട്ടണത്തിൽ ചെല്ലുകയും യേശു പറഞ്ഞ എല്ലാ കാര്യങ്ങൾ അവിടെ ഉണ്ടാകുകയും ചെയ്യുന്നു. അങ്ങനെ വിരിച്ചൊരുക്കിയ ആ വൻമാളികയിൽ അവർ പെസഹ ആചരിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. പെസഹ ആചരിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. പെസഹ എന്ന് പറയുന്ന ആ വലിയ പെരുന്നാളിൻ്റെ പ്രത്യേകത എന്താണ്? പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിലാണ് പെസഹ എന്ന് പറയുന്ന ദൈവിക ഉടമ്പടി ആരംഭിക്കുന്നത്. മിസ്രൈം എന്ന് പറയുന്ന രാജ്യത്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനം സ്വതന്ത്രമാക്കപ്പെട്ട ദിവസത്തെ ഓർക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉത്സവങ്ങളിൽ ഒന്നാണ് പെസഹ എന്ന് പറയുന്നത്. പെസഹ പബ്ലിക്കിലല്ല ആചരിക്കുന്നത്, പെസഹ വീട്ടിനകത്താണ് ആചരിക്കുന്നത്. ആ മിസ്രൈം കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ അടിമത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവം അവരെ സംരക്ഷിച്ച വിധം ഇങ്ങനെയാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം കട്ടളമേലും കുറുമ്പടികളുടെ മേലും തളിക്കപ്പെട്ട കുടുംബങ്ങളിലൊന്നും സംഹാരകൻ കയറിയില്ല. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ദൈവം കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് അവരെ മിസ്രൈം ദേശത്തിൽ നിന്നും, മിസ്രൈം രാജ്യത്തിൽ നിന്നും അവരെ വിടുവിച്ച് ഒരു സ്വതന്ത്ര രാജ്യത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. ഇതാണ് പെസഹയായി ആ ഒരു അനുഭവം, അല്ലെങ്കിൽ അന്ന് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഓർക്കുന്ന, ആ ചരിത്രത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഉത്സവങ്ങളിലൊന്നാണ് പെസഹ എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള ഉടമ്പടികൾ, ദൈവം മനുഷ്യനോട് വെച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള ഉടമ്പടികൾ. ഏതെങ്കിലും ഒരു ലീഗൽ പ്രോസസ്സിങ്ങിന് വ്യക്തിപരമാകുന്ന ഒരു ബന്ധം ആവശ്യമില്ല. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ആ നടക്കുന്ന കാര്യങ്ങളിലൊന്നും വ്യക്തിപരമാകുന്ന ആഴമേറിയ ഒരു ബന്ധം ആവശ്യമില്ല. ഇപ്പോൾ ഞാനൊരു വ്യക്തിയുമായി ഒരു ബിസിനസ് കരാർ ഒപ്പിട്ടാൽ ആ വ്യക്തിയുമായിട്ട് ഒരു വ്യക്തിപരമാകുന്ന ഒരു ബന്ധം എനിക്ക് ആവശ്യമില്ല. പക്ഷേ ഉടമ്പടിക്ക് അങ്ങനെയല്ല. നിയമത്തിനകത്ത് വ്യക്തിപരമാകുന്ന ബന്ധമില്ല, പക്ഷെ ഉടമ്പടിക്കകത്ത് വ്യക്തിപരമായ ആഴമേറിയ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ദൈവം മനുഷ്യനോട് ചെയ്തത് നിയമങ്ങളല്ല, മറിച്ച് ഉടമ്പടികളാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെയാണ് ഉടമ്പടികൾ സൂചിപ്പിക്കുന്നത്. ഉടമ്പടിക്ക് വ്യക്തിപരമായ ബന്ധം
ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ നിരവധി ഉടമ്പടികളെ നമുക്ക് കാണാൻ സാധിക്കും. നിരവധി ഉടമ്പടികൾ. ദൈവം മനുഷ്യനോട് വെച്ച ഉടമ്പടി, ദൈവം അബ്രഹാമിനോട് വെച്ച ഉടമ്പടി, മനുഷ്യൻ മനുഷ്യനോട് വെച്ച ഉടമ്പടി. അപ്പോൾ ഉടമ്പടികളുടെ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അപ്പോൾ തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ചാണല്ലോ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഉടമ്പടിയാണ്. പെസഹ പെരുന്നാൾ, ആ പെസഹ പെരുന്നാൾ ആണ്ടുതോറും യഹൂദന്മാർ ആചരിക്കുകയാണ്. അവരുടെ ആചാരം തന്നെ വളരെ വ്യത്യസ്തമാണ്. പെസഹ ആചരിക്കുന്നത് തന്നെ അവർ വ്യത്യസ്തമാണ്. യഹൂദന്മാർക്ക് വ്യത്യസ്തമാകുന്ന 7 ഉത്സവങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പെസഹ മുതൽ ബെന്തക്കോസ്ത് പെരുന്നാൾ വരെയുള്ള 7 പെരുന്നാളുകൾ. ഈ 7 പെരുന്നാളുകളും വളരെ വ്യത്യസ്തമായതും വളരെ മൂല്യത അവർ കൽപ്പിക്കുന്നതുമാകുന്ന 7 ഉത്സവങ്ങൾ. അതിലെ ആദ്യത്തെ ഉത്സവമാണ് പെസഹ എന്ന് പറയുന്നത്. ഈ പെസഹയുടെ പ്രത്യേകത ദൈവത്തിൻ്റെ ഉടമ്പടിയാണ്. മിസ്രൈം എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നും ഒറ്റ രാത്രി കൊണ്ട് നവോത്ഥാനത്തിലൂടെ രക്ഷപ്പെട്ടതിനെ മുന്നമേ ആ പെസഹയ്ക്ക് വേണ്ടി അവർ മാനസികമായും അവരുടെ ഫിസിക്കലായും പെസഹയ്ക്ക് വേണ്ടി അവർ തയ്യാറാകുവാനിടയാകും. വീഞ്ഞുണ്ടാക്കും, ബ്രെഡുണ്ടാക്കും, ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ മാംസം, തീയിൽ ചുട്ട മാംസം അവർ തയ്യാറാക്കും. പെസഹയുടെ ദിവസം അവരുടെ വീട്ടിലുള്ള അംഗങ്ങളെയെല്ലാം ഒരുമിച്ചിരുത്തി ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ അവരുടെ മുൻപിൽ നിരത്തി വയ്ക്കും. പെട്ടെന്ന് കാരണവർ ആ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം എടുത്ത് അവരുടെ മുൻപിൽ നിന്ന് എടുത്തു മാറ്റും. അതിനുശേഷം കാരണവർ ഓരോന്നോരോന്നായി ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ഓരോന്നോരോന്നായി ടേബിളിൽ നിരത്തി വെക്കുവാനിടയാകും. ആദ്യം വീഞ്ഞ് നിരത്തി വെക്കും, അതിനുശേഷം മാംസം നിരത്തി വെക്കും, അതിനുശേഷം ബ്രെഡ് നിരത്തി വെക്കും എന്നിങ്ങനെയുള്ള ക്രമത്തിൽ വിവിധ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അവർ ചെയ്യും. ഇങ്ങനെ ഓരോന്നോരോന്നായി അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ അവർ ഒരുമിച്ച് കഴിക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ രക്ഷകനെക്കുറിച്ച് മിസ്രൈമിൽ നിന്ന് ലഭിച്ച ആ സ്വാതന്ത്ര്യം അവർ അടുത്ത ജനറേഷന് കൈമാറുവാനിടയാകും, അടുത്ത ജനറേഷന് കൊടുക്കുവാനിടയാകും. ഊനമില്ലാത്ത അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മാംസം, തീയിൽ ചുട്ട മാംസം പെസഹയുടെ ആകർഷണമാണ്. പെസഹ അപ്പം അത് പെസഹയുടെ ആകർഷണമാകുന്ന കാര്യമാണ്. വീഞ്ഞ് അത് മുന്തിരി കൊണ്ടോ ഈന്തപ്പഴം കൊണ്ടോ ഉണ്ടാക്കിയ മേത്തരമായ വീഞ്ഞ് അത് പെസഹയുടെ ആകർഷണങ്ങളിൽ ഒന്നാണ്. അപ്പോൾ പെസഹ ഇങ്ങനെയാണ് അവർ ആചരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവും തൻ്റെ പെസഹ ആചരിക്കുവാൻ വേണ്ടി തുടങ്ങുന്നത്. യേശുക്രിസ്തുവിൻ്റെ മാർവോട് ചാഞ്ഞിരിക്കുന്ന 12 ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി രഹസ്യത്തിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്ലേസിനകത്തേക്ക് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ആനയിക്കുകയാണ്. അവിടെ വെച്ച് ആ പ്രൈവറ്റ് പ്ലേസിൽ തൻ്റെ കൂടെ ഉപദേശങ്ങൾ അനുഷ്ഠിക്കുകയും തൻ്റെ കൂടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന തൻ്റെ പ്രിയരായിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാർക്കാണ് താൻ അപ്പവീഞ്ഞുകൾ കൊടുക്കുവാനിടയാകുന്നത്. പക്ഷേ യഹൂദന്മാരുടെ ആചാരങ്ങൾ, യഹൂദന്മാരുടെ അനുഷ്ഠാനങ്ങൾ യേശു കർത്താവ് ഇവിടെ അനുഷ്ഠിച്ച് എന്നതിനേക്കാൾ യേശു കർത്താവ് നിയമങ്ങളും യേശു കർത്താവ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നിവർത്തിക്കുകയത്രേ ചെയ്തത്. പഴയ നിയമത്തിൽ പൊരുളാകുന്ന നിഴലാകുന്ന യേശുക്രിസ്തുവിനെ മിശിഹയെ അവർ കാത്തിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ പൊരുൾ തിരിക്കുകയാണ്. അവർ ചെയ്യുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവർ ചെയ്യുന്ന നിയമങ്ങൾ, ഇതിൻ്റെ എല്ലാം പൊരുൾ തിരിക്കുകയാണ് യേശു കർത്താവ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ യഹൂദന്മാരുടെ കൈകളിൽ പെസഹ ആചരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ തിരുവത്താഴ ശുശ്രൂഷ, അന്ത്യത്താഴ ശുശ്രൂഷയിൽ പെസഹ ആചരിക്കുമ്പോൾ വീഞ്ഞുണ്ട്, അപ്പമുണ്ട്, പക്ഷേ എന്തില്ല? തീയിൽ ചുട്ട മാംസമില്ല. ആമേൻ. മറ്റുള്ളവരെല്ലാവരും അല്ലെങ്കിൽ യഹൂദന്മാരെല്ലാവരും തീയിൽ ചുട്ട മാംസം, അറുക്കപ്പെട്ട നൂനമില്ലാത്ത കുഞ്ഞാടിൻ്റെ തീയിൽ ചുട്ട മാംസത്തെ അവർ ഭക്ഷിക്കുമ്പോൾ യേശുക്രിസ്തു തീയിൽ ചുട്ട മാംസം ശിഷ്യന്മാർക്ക് കൊടുക്കാതെ അപ്പം എടുത്തിട്ട് യേശു കർത്താവ് പറയുകയാണ്,
ഇതെൻ്റെ മാംസമാകുന്നു. ആമേൻ. വീഞ്ഞെടുത്തിട്ട് യേശു കർത്താവ് പറയുകയാണ്, ഇതെൻ്റെ രക്തത്തിൻ്റെ പുതിയ ഉടമ്പടിയാണ്, ഇത് ന്യൂ കവനൻ്റ് ആണ്. ആമേൻ. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ഒരു ക്രൂശിൻ്റെ ഒരു നിഴലാണ് ഈ രാത്രിയിൽ കാണിക്കുന്നത്. പെസഹയുടെ അന്ന് രാത്രിയിൽ യേശു കർത്താവ് പറയുകയാണ്, ഇസ്രായേലിന് സ്വന്തമാകുന്ന രാജ്യത്വം ലഭിച്ച ദിവസത്തെ ഓർക്കുന്ന ദിവസമാണ് പെസഹയെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, ഇന്ന് രാത്രിയിൽ ഒരു പുതിയ ഉടമ്പടി ഞാൻ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയാണ്. ഒരു പുതിയ ഉടമ്പടി നമ്മുടെ മുമ്പിൽ രൂപീകരിക്കുകയാണ്. ഒരു പുതിയ രാജ്യത്തെ ഇവിടെ ആരംഭിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇസ്രായേൽ രാജ്യം ആരംഭിച്ചതുപോലെയല്ല, ഇത് സ്ഥിരതയുള്ള രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത ഐഹികമായ രാജ്യമല്ല. ഇവിടുത്തെ കാവൽക്കാർ പടയാളികളല്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നീതിയും സമാധാനവും വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ആരംഭമാണ് ഇവിടെ കുറിക്കുവാൻ വേണ്ടി പോകുന്നത്. ഇവിടെ അറുക്കപ്പെട്ട കുഞ്ഞാടില്ല, മറിച്ച് ഇവിടെ അറുക്കപ്പെടുവാൻ പോകുന്ന സാക്ഷാൽ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നിങ്ങളുടെ മുൻപിൽ ഇരിക്കുകയാണ്. ഈ വെളിപ്പാടാണ് ആമേൻ 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 ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ വീഞ്ഞുകൾ നാം ഭക്ഷിക്കുമ്പോൾ, തിരുവത്താഴ് ശുശ്രൂഷ നാം നമ്മുടെ സഭകളിൽ നടത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ലഭിച്ച രാജ്യത്തിൻ്റെ ആഘോഷം, അല്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് എൻട്രാകാനുള്ള, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ആദ്യത്തെ ദിവസം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഉത്ഭവം. ഈ ദൈവരാജ്യത്തിൻ്റെ ഉത്ഭവമാണ് തിരുവത്താഴ് ശുശ്രൂഷ. ആദ്യമായിട്ട് തിരുവത്താഴ് ശുശ്രൂഷ നടക്കുമ്പോൾ പുതിയൊരു ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുതിയൊരു ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു കാര്യം പറയുകയാണ്, സകല പാപങ്ങൾക്ക് വേണ്ടിയും സകല രോഗങ്ങൾക്ക് വേണ്ടിയും സകല ശാപങ്ങൾക്ക് വേണ്ടിയും ക്രൂശിൽ ഒരിക്കലായി പരമയാഗമായി മാറിയ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഓർക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്തെ ഓർക്കുന്ന നിർമ്മലമാകുന്ന നിമിഷമാണ് തിരുവത്താഴ് ശുശ്രൂഷ എന്ന് പറയുന്നത്. തിരുവത്താഴ് ശുശ്രൂഷ എടുക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളാണ് നമ്മുടെ മുൻപിൽ നിറഞ്ഞു നിൽക്കുന്നത്. പലപ്പോഴും പൗലോസ് പറഞ്ഞ ചില വാക്യങ്ങളാണ് നമ്മുടെ മുൻപിൽ വരുന്നത്. അയോഗ്യമായി ഈ അപ്പവീഞ്ഞുകളെ ഭക്ഷിക്കുന്നവൻ ബലഹീനനാകും, ചിലർ നിദ്ര പ്രാപിക്കും എന്നൊക്കെയുള്ള പൗലോസിൻ്റെ ശക്തമാകുന്ന താക്കീതുകളാണ് നമ്മുടെ മുൻപിൽ തിരുവത്താഴ് ശുശ്രൂഷ എടുക്കുമ്പോൾ പൊങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി നാളുകളായി തിരുവത്താഴ് ശുശ്രൂഷ എടുക്കാതെ മാറി നിൽക്കുന്ന പലരും നമ്മുടെ സഭകളിലുണ്ട്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടതിൻ്റെ അന്ന് രാത്രിയിൽ, അല്ലെങ്കിൽ അന്ന് പകലിൽ മാത്രം തിരുവത്താഴ് ശുശ്രൂഷ എടുത്താനന്തരം 40 വർഷമായി 30 വർഷമായി 25 വർഷമായി ഞങ്ങൾ ഇതുവരെ തിരുവത്താഴ് ശുശ്രൂഷ തൊട്ടിട്ടില്ല, അതിനുള്ള പ്രാപ്തി, അതിനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല എന്ന് ചിന്തിക്കുന്ന ദൈവദാസ, ദൈവ മകനെ, തിരുവത്താഴ് ശുശ്രൂഷയുടെ മുമ്പിൽ മുഖം തിരിച്ചു കളഞ്ഞാൽ, തിരുവത്താഴ് ശുശ്രൂഷയുടെ മുമ്പിൽ നിങ്ങൾ റിജക്ഷൻ ചെയ്ത് മുന്നോട്ട് നടന്നാൽ ഒരിക്കലും നിങ്ങൾ ദൈവമകനാകുകയില്ല, ഒരു ക്രിസ്ത്യാനിയാകുകയില്ല, യേശു ക്രിസ്തുവിൻ്റെ ദാസനാകുകയില്ല. നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടാകാം, നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാകാം, എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്യുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ തിരുവത്താഴ് ശുശ്രൂഷയോട് റിജക്ഷൻ എന്ന മനോഭാവം കാണിച്ചാൽ ഒരു നാളും നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അവകാശിയാകുകയില്ല, പുതിയ ഉടമ്പടിയുടെ ഭാഗമാകുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ രക്തവും യേശു ക്രിസ്തുവിൻ്റെ മാംസവും ഭക്ഷിക്കാതിരുന്നാൽ യേശു ക്രിസ്തു എന്ന ശരീരത്തിൻ്റെ ഭാഗമാകുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അയോഗ്യതകളെയാണ് പിശാച് നമ്മുടെ മുൻപിൽ എടുത്തു കാണിക്കുന്നത്. പലപ്പോഴും ഈ ശുശ്രൂഷകളെ സമീപിക്കുവാൻ നമുക്ക് കഴിയാത്തതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാരണം നമ്മുടെ മുൻപിൽ പൊങ്ങി വരുന്ന നമ്മുടെ അയോഗ്യതകളുടെ ലിസ്റ്റാണ്. അത് പാപബോധമെന്നോ കുറ്റബോധമെന്നോ നമുക്ക് വിളിക്കുവാൻ സാധിക്കും. എന്നാൽ ഞാനൊരു കാര്യം വിളിച്ചു പറയാം, കുറ്റബോധത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ,
ദൈവസഭയ്ക്കകത്ത് വന്നിട്ട് കുറ്റബോധത്തിലാണ് ഒരുവൻ ജീവിക്കുന്നതെങ്കിൽ നിൽക്കുന്നതെങ്കിൽ ആ സ്ഥലം തെറ്റായ സ്ഥലമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവസഭയ്ക്കകത്ത് കുറ്റബോധമല്ല ഉണ്ടാകേണ്ടത്, ദൈവസഭയ്ക്കകത്ത് നീതിയുടെ ബോധമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ നീതീകരിക്കപ്പെട്ടവനാണ്, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്, നിങ്ങൾ നിയമിക്കപ്പെട്ടവനാണ്, നിങ്ങളെ പേര് ചൊല്ലി വിളിക്കപ്പെട്ടവനാണ്, നിങ്ങളെ ദൈവരാജ്യത്തിനകത്ത് അവകാശിയായി ദൈവരാജ്യത്തിൽ നിങ്ങളെ സ്ഥാപിക്കപ്പെട്ടു, ദൈവരാജ്യത്തിലേക്ക് നിങ്ങളെ വിളിച്ചു വേർതിരിച്ചു എന്നുള്ള ചിന്ത അല്ലെങ്കിൽ വ്യക്തമായ ഉറപ്പ് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ കുറ്റബോധത്തിൽ ജീവിക്കുന്നത്. ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ്. നിങ്ങൾ ദോഷിയായിരിക്കാം, നിങ്ങൾ പാപിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ബലഹീനതകൾ നിങ്ങൾക്കുണ്ടായെന്ന് വരാം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ സ്വന്തമായി നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾ ആത്മപരിശോധന നടത്തുക, നിങ്ങൾ സ്വയമായി നിങ്ങൾ വിവേചിക്കുക. വിവേചനത്തിനു വേണ്ടി നിങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പൗലോസ് വ്യക്തമായി അവിടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ശക്തമായ വേദഭാഗങ്ങളിൽ ഒന്നാണ് 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 11-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. മനുഷ്യൻ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പവീഞ്ഞുകളെ തിന്നുകയും പാനപാത്രത്തിൽ നിന്നും കുടിക്കുകയും ചെയ്യാൻ മനുഷ്യൻ ശോധനയ്ക്ക് വിധേയമാക്കണം. പ്രിയമുള്ളവരെ, കുറ്റബോധത്തിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ഞാൻ പാപിയാണ്, ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ ഈ അപ്പവീഞ്ഞുകളെ ഭക്ഷിക്കുവാൻ യോഗ്യനല്ല എന്നുള്ള കുറ്റബോധത്തിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ കടന്നു പോകേണ്ടുന്ന മറ്റൊരു മേഖലയാണ് തന്നെത്താൻ ശോധന ചെയ്യുക എന്ന് പറയുന്ന മേഖല. ഈ ശോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലൊരു ബാലശിക്ഷയുടെ ഭാഗമാണ്. മനസാക്ഷിയുടെ മണ്ഡലത്തിൽ നാം നമ്മെ തന്നെ ഒന്ന് സസൂക്ഷ്മം ശോധന ചെയ്യുക, ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ അടുത്ത ഭാഗം, അവൻ നിങ്ങളുടെ പാപക്കറകളെ എത്രയധികം കടും ചുമപ്പാണെങ്കിൽ പോലും കടും ചുമപ്പായ നിങ്ങളുടെ പാപക്കറകളെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവം. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്വയമായി ഒന്ന് ശോധന ചെയ്യണം. ഞാൻ കുറ്റക്കാരനായേക്കാം, ഒരു പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാകാം, ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ പരിഹാസിയാകാം. ചിലപ്പോൾ എൻ്റെ ബലഹീനതകൾ, എൻ്റെ ജഡത്തിനകത്ത് പല ബലഹീനതകളുണ്ടാകാം. പക്ഷേ ഇന്ന് രാത്രിയിൽ അപ്പവീഞ്ഞുകളുടെ മുൻപിൽ നിങ്ങൾ സ്വയം ശോധനയ്ക്ക് വിധേയമാക്കി നിങ്ങളുടെ അയോഗ്യതകളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത്, ഹല്ലേലൂയ, പൂർണ്ണ മനസ്സോടുകൂടി ആ തിരുവത്താഴ ശുശ്രൂഷയെ നിങ്ങൾ ഏറ്റുവാങ്ങിയാൽ അടുത്ത ഭാഗം എന്താണ് ഞാൻ പറയാൻ പോകുന്നത്? നിങ്ങൾ രോഗിയാകുകയില്ല, നിങ്ങൾ ബലഹീനനാകുകയില്ല, നിങ്ങൾ മരിച്ചു പോകുകയില്ല. എന്നാൽ മരിച്ചു പോകുകയില്ല. എന്താണ് മരിച്ചു പോകുവാനുള്ള കാരണം? ഇത് മരിച്ചു പോകുമോ? ഇത് ബലഹീനനാകുമോ? രോഗിയാകുമോ? അവിടെ പൗലോസ് പറയുന്നു, ചിലർ രോഗിയാകും, ചിലർ മരിച്ചു പോകും, ചിലർ നിദ്ര പ്രാപിക്കും, ചിലർ ബലഹീനരാകും. അപ്പോൾ ആ ചിലരുടെ പ്രത്യേകത, അവർ സ്വയം ശോധനയ്ക്ക് വിധേയമാകാത്തവരാണ്. സ്വയം ഈ ശോധനയ്ക്ക് വിധേയമായി എന്തെങ്കിലും കുറവ് കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും അയോഗ്യതകൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ സമർപ്പിക്കാത്തവരാണ് രോഗികളായി മാറുന്നത്, ക്ഷീണിതരായി മാറുന്നത്. അപ്പോൾ പരിശോധന നടത്തി, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള പൂർണ്ണ ചിന്തയോടുകൂടി ദൈവസന്നിധിയിൽ നിങ്ങൾ മുട്ടുമടക്കി തിരുവത്താഴ ശുശ്രൂഷ ഏറ്റെടുക്കാമെങ്കിൽ അടുത്ത ഭാഗം ഇതിലൂടെ നിങ്ങൾക്ക് വരുന്നത് സമൃദ്ധി ലഭിക്കുവാനിടയാകും. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന തലയോളം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുവാനിടയാകും. നിങ്ങൾക്ക് പിശാച് നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന എല്ലാ മേഖലകളും തരിപ്പണമാകുവാനിടയാകും. രോഗിയാകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തിരുവത്താഴ ശുശ്രൂഷയിൽ
നമ്മൾക്ക് ലഭിക്കുന്നത് ആമേൻ സൗഖ്യമാണ്. അടുത്തൊരു ഭാഗം പറയുന്നു, യേശു തന്നെ പറയുകയാണ്, ഈ പാനപാത്രം ഈ എൻ്റെ ശരീരമാകുന്ന അപ്പത്തെ ഭക്ഷിച്ചാൽ ആമേൻ ജീവൻ ഉണ്ടാകും. എൻ്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കുവാനിടയാകുന്നു. ആമേൻ തിരുവത്താഴ ശുശ്രൂഷയെ ഒരിക്കലും റിജക്റ്റ് ചെയ്യരുത്. ആമേൻ തിരുവത്താഴ ശുശ്രൂഷയെ ശോധനയ്ക്ക് വിധേയമായി ആമേൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് തിരുവത്താഴ ശുശ്രൂഷ ഏറ്റെടുത്ത് അതിലൂടെ ഉണ്ടാകുന്ന നന്മകൾ മാത്രം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ അടുത്ത ഭാഗവുമായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരും. ഗാഡ് ബ്ലസ് യു.